ചങ്ങായിമാർ നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞ നമ്മളെ രാമസിംഹൻ അബൂബക്കർ ഉണ്ടല്ല സംഖ്യക്കെതിരെ BJP-ക്കെതിരെ ഉണ്ടല്ല ആഞ്ഞടിച്ചിരിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, BJP-യിലേക്ക് പുതുതായിട്ട് വന്നവനും പോയനൊക്കെ ഇട്ടല്ല പൈസ ഇങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ടേയിരിക്കുന്നത്. പക്ഷെ കുറെ കാലം മുന്നേ മുസ്ലിം എന്ന് മതം മാറി ഹിന്ദുവിലേക്ക് വന്ന നമ്മൾ രാമസിംഹൻ ഉണ്ടല്ല ഇതുവരെ വലിയൊരു പൈസ ഉണ്ടല്ല അടിച്ചു മാറ്റാൻ കിട്ടിയിട്ടില്ല. അതായത് ഇടക്കാലത്ത് പുഴ മുതൽ പുഴ വരെ എന്നൊരു സിനിമ സംവിധാനം വെച്ചിട്ട് 2-3 കോടി അടിച്ചു മാറ്റിയത് വെച്ചിട്ടില്ല വലിയ പൈസ ഒന്നും ഉണ്ടല്ല നമ്മൾ ഈ രാമസിംഹന് അടിച്ചു മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ സങ്കടം ഉണ്ടല്ലോ നമ്മുടെ രാമസിംഹന് വല്ലാതെ അലട്ടുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാമസിംഹൻ എന്ന അബൂബക്കറുണ്ടല്ല ഇന്നൊരു ചാനലിന് കൊടുത്ത ഒരു ഇന്റർവ്യൂ ഉണ്ടല്ല, വളരെ സങ്കടകരമായ ഇന്റർവ്യൂ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. ദേവൻ വിട്ടു, ആദ്യം വിട്ടത് ഞാനാണ്. എല്ലാവരും വിട്ടു. താങ്കൾ അത് വിടുന്നതിന് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ശരിയല്ല, ഇവിടുത്തെ നേതൃത്വം ശരിയല്ല, അത്തരം രീതിയിലേക്ക് നമ്മൾ ഒറ്റപ്പെടുന്ന രീതിയിലേക്ക് കൂട്ടായി പോവാത്ത രീതിയിലേക്കുള്ള ഒരു സംവിധാനമാണ് ഇന്ന് കേരളത്തിൽ BJP-ക്ക് ഉള്ളത് എന്നാണ്. അന്ന് താങ്കളെ വലിയ രീതിയിലേക്ക് വിമർശിച്ച ആളുകളുണ്ട്, പരസ്യം വളരെ പുച്ഛത്തോടെ കണ്ട ആളുകൾക്ക്. പക്ഷേ ഇന്ന് അത് തെളിയിച്ചിരിക്കുകയാണ്. ദേവൻ വിട്ടു. ഞാൻ പറഞ്ഞ ഒരു വാക്കും തെറ്റാതെ ആ കാലത്തിന്റെ കൃത്യമായിട്ടുള്ള നീതി കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ അന്ന് പറഞ്ഞത് തന്നെയാണ് ഇന്ന് സംഭവിക്കുന്നത്. ഞാൻ 4-5 കൊല്ലം മുമ്പല്ല പറഞ്ഞത്, പറഞ്ഞതിന് ഇന്ന് ദേവനും പറഞ്ഞത്. എന്തുകൊണ്ടാണ് അത്തരം ഒരു സാഹചര്യം വരുന്നത്? ഒന്ന്, ഈ വളരെയധികം താല്പര്യത്തോടുകൂടി വർക്ക് ചെയ്യാനുള്ള ത്വരോട് കൂടിയിട്ടാണ് BJP-യിലേക്ക് വരുന്നത്. കാരണം അത് ഇവിടുത്തെ BJP-യുടെ നേതാക്കളെ കണ്ടിട്ടല്ല, അതായത് മോദിജി സെൻട്രൽ നടത്തുന്ന ആ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് അതിന്റെ ആകാൻ വേണ്ടിയിട്ടാണ് ഒരാൾ ഇതിലേക്ക് വരുന്നത്. പക്ഷെ വന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് വരുന്ന ആൾക്ക് അതോടുകൂടി അയാളുള്ള ജീവനും കൂടി പോയി എന്നുള്ള അവസ്ഥയിലാണ്. പിന്നെ അദ്ദേഹത്തിന് ആൾക്ക് വേണ്ട. വരുമ്പോൾ ആദ്യത്തെ ദിവസം ഷാലിടാനും ഷെയ്ക്കാൻഡ് കൊടുക്കാനും ചിരിച്ചിങ്ങനെ ഫോട്ടോ എടുക്കാനും എല്ലാവരും ഉണ്ടാവും. പിന്നെ ആരും ഉണ്ടാവില്ല. താങ്കളോട് മുഖ്യമായ 2 ചോദ്യം ചോദിക്കാറുണ്ട്. ഒന്ന്, താങ്കൾ BJP-യിലേക്ക് വന്നതിൽ പിന്നെ താങ്കളുടെ വില പോയോ, വില കിട്ടിയോ എന്നെ ചോദ്യം. വിലയുടെ പ്രശ്നമല്ല, എന്റെ അന്നം മുട്ടി എന്നുള്ളത് സത്യം. നിങ്ങളെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിച്ചാ BJP-യിലേക്ക് പോകുന്ന എല്ലാ ടീമിന്റെ ഉദ്ദേശം ഉണ്ടല്ല അന്നം മുട്ടാതിരിക്കുക, അതായത് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ ഉദ്ദേശം. കാരണം എല്ലാവർക്കും അറിയാം BJP-യിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ലോണം പൈസ ഉണ്ടാക്കാന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട്. പക്ഷെ എന്താ ചെയ്യുക, അതിലുള്ള നമ്മൾ രാമസിംഹൻ ഈ അബൂബക്കറുണ്ടല്ല വല്ലാത്ത അതിബുദ്ധി കാണിച്ച്. അതായത് സ്വർണം മുട്ടിയിടുന്ന താറാവിനുണ്ടല്ല നമ്മൾ അലി അബൂബക്കർ ഉണ്ടല്ല ഒറ്റയടിക്ക് കൊന്ന്. അതായത് അലി അബൂബക്കർ ഉണ്ടല്ല ഒറ്റയടിക്ക് പേര് മാറ്റിട്ട് രാമസിംഹനായി. അതായത് താറാവിന്റെ വയലുണ്ടായിരുന്ന സ്വർണം മുട്ടിയുണ്ടല്ല ഒറ്റയടിക്ക് പേര് മാറ്റിട്ട് ഒറ്റയടിക്ക് അടിച്ചു മാറ്റാനായിരുന്നു നമ്മുടെ രാമസിംഹന്റെ ബുദ്ധി. അതായത് അലി അക്ബർ എന്ന പേരിൽ മുസ്ലിങ്ങളെ കുറ്റം പറയുമ്പോൾ കിട്ടുന്ന പൈസ ഉണ്ടല്ല അതിന്റെ 10 ഇരട്ടി ഉണ്ടല്ല മതം മാറിയിട്ട് രാമസിംഹനായി കിട്ടുമെന്നായിരുന്നു ഈ വിഡ്ഢി കുഷ്മാണ്ഡമായ ഈ രാമസിംഹൻ ഉണ്ടല്ല ഇവൻ വിചാരിച്ചത്. പക്ഷെ അലി അക്ബർ ഉണ്ടല്ല രാമസിംഹൻ എന്ന ഹിന്ദു ആയതോട് കൂടി ഉണ്ടല്ല സംഘികള് പിന്നിട്ടല്ല ഇവനെ മൈൻഡാക്കാതെയായി. അതോടുകൂടി ഒരുപാട് പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഹിന്ദു ആയി കഴിഞ്ഞാൽ നമ്മൾ അലി അക്ബർ എന്ന ഈ രാമസിംഹൻ ഉണ്ടല്ല മൂജിപ്പോയി, മൂഞ്ചിപ്പോയി. എന്തായാലും നമുക്ക് രാമസിംഹൻ എന്ന ഈ അബൂബക്കറിന്റെ അടുത്ത സങ്കടം കൂടി ഒന്ന് കേട്ടിട്ട് വരാം. ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞത്, ഞാനിപ്പം ഈ BJP-യിലേക്ക് വരുന്നതിന് മുന്നേ എനിക്ക് എല്ലാ സെറ്റപ്പ് ഉണ്ട്, ഇവിടെ സ്റ്റുഡിയോ ഉണ്ട്, എല്ലാ കാര്യങ്ങളും. ഞാൻ ഒരു വർഷം ചുരുങ്ങിയത് 10 ലക്ഷം മുതൽ 15 ലക്ഷം രൂപയുടെ ജോലി ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞാൻ BJP-യിലേക്ക് ഇരുന്ന അന്ന് മുതൽ ഇന്ന് വരെ എന്റെ എല്ലാ എക്സ്പെൻസും തുരുമ്പെടുത്ത് പോകലാണ്. 10 രൂപയുടെ പണി ഞാൻ ചെയ്തിട്ടില്ല. പടങ്ങൾ കിട്ടാതായോ? പടങ്ങളില്ല. നിങ്ങൾ ആലോചിക്കും, 15 വർഷത്തിനിടയ്ക്ക് ഞാൻ സിനിമ ചെയ്തിട്ടില്ല, എനിക്ക് വരുന്ന വർക്ക് വന്നിട്ടില്ല. എന്തുകൊണ്ട് വന്നില്ല? ഇത് തന്നെയാണ് സംഘിനെ അടുപ്പിക്കുന്നത്. സംഘിനെ കണ്ടെടുത്ത് വെച്ച് തല്ലിക്കൊല്ലണം. സംഘികളെ അടുപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല, അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ. എന്റെ രാമസിംഹ, നീ എടുത്ത ആ സിനിമയിടില്ല പുഴ മുതൽ പുഴ വരെ, ആ സിനിമയിടില്ല ഒരാൾക്ക് കാണാൻ പറ്റുന്ന സിനിമയായിരുന്നു എന്റെ ചാണക രാമസിംഹ. അതായത് നീ സംഘികളെ പരിചയം കോടിക്കണക്കിന് രൂപ മുഖ്യ സിനിമയിട്ടില്ല, ആ സിനിമ നിന്റെ വീട്ടിലുള്ള നിന്റെ ഭാര്യ പോലും ഇട്ടില്ല, ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടാ എന്റെ രാമസിംഹ. അതായത് മലയാളത്തിലെ സീരിയലുകൾ ഉണ്ടല്ല, ആ സീരിയലുകൾ പോലും തോറ്റുപോകുന്ന അത്രയും വാണ സിനിമയല്ല നീ എടുത്തു വെച്ചത് എന്റെ രാമസിംഹ. ആ സിനിമ എടുത്ത വകയിലുണ്ടല്ല നീ കോടിക്കണക്കിന് രൂപയുണ്ടല്ല മൂഞ്ചിച്ചെന്ന് സംഘികൾ തിന്നിട്ടല്ല ഇതിനെ പറ്റിട്ട് ഒരുപാട് കാലമായി കുറ്റം പറഞ്ഞു നടക്കുന്നു. അതായത് കുറെ കാലം നീട്ടുള്ള സംഘികളെ മൂഞ്ചിച്ചു, ഇപ്പോഴുള്ള സംഘികള് നിന്നിട തിരിച്ച് മൂഞ്ചിക്കാൻ തുടങ്ങി. അങ്ങനെ സംഘികൾ തിരിച്ച് നിന്നെ മൂഞ്ചിക്കാൻ തുടങ്ങിയപ്പോഴാണ് നീടുള്ള ഇപ്പോഴുള്ള പുതിയ ഇടായിപ്പോയിട്ട് പുറത്തിറങ്ങിയത്. പിന്നെ വേറൊരു കാര്യം കൂടിയിട്ട് നീണ്ടുള്ള സംഖ്യകളെ മൂഞ്ചിച്ചതറിയാതെ കുറെ സംഖ്യകളുണ്ടല്ല ഇപ്പോഴുണ്ടല്ല നിന്റെ പിന്നാലെ നിന്റെ കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ വിവരവും ബോധമില്ലാത്ത കുറെ സംഖ്യകൾ ഉള്ളതാണ് നിന്നെ പോലത്തെ ടീമിന്റെ ഉണ്ടല്ല ഏറ്റവും വലിയ വിജയം. എന്തായാലും നമുക്ക് നമ്മുടെ രാമസിംഹന്റെ അടുത്ത ഭയങ്കരമായ സങ്കടം ഉണ്ടാക്കുന്ന ഡയലോഗും കൂടി ഒന്ന് കേട്ടിട്ട് വരാം. സ്റ്റേറ്റ് പ്രസിഡന്റ് ആണോ? ആ സ്റ്റേറ്റ് പ്രസിഡന്റ് ഇന്നലെ ഒരു ചെറുപ്പം എന്നോട് ചോദിച്ചു, ആ സ്റ്റേറ്റ് പ്രസിഡന്റിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റ് മാറ്റം, വലിയ പ്രോജക്ട്. ഞാൻ ആ പ്രോജക്ട് എനിക്ക് അയച്ചു തന്നു, കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ആ പ്രോജക്റ്റുമായിട്ട് ഈ നേതാവിനെ കാണാൻ വേണ്ടി 1.5 വർഷമേ ആ ചെറുപ്പക്കാരൻ നടക്കുന്നു. അയാൾക്ക് അവിടെ അപ്രോച്ച് ഇല്ല, പെർമിഷൻ ഇല്ല, അത്ര ബിസിയല്ല. അവിടെ ആരാണ് കടത്തിവിടുന്നത്? ഈ സിബന്ധികളല്ലേ അവിടെ കടത്തിവിടാൻ അവർ അനുവദിച്ചില്ല. അതിനെ പറയുന്നത് കൃത്യമായി ഇൻസ്റ്റാൾ ചെയ്യുന്ന ഓരോ നേതാവിന്റെ ചുറ്റും ഒരു വലയുണ്ട്. ആ വല ഉപയോഗിച്ച് ആർക്കും അകത്തേക്ക് വരാൻ പറ്റും, പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ആ വലയം അവിടെ ഉള്ളിടത്തോളം കാലം ഈ പറഞ്ഞ പ്രസിഡന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രസിഡന്റ് നേരിട്ട് ഒരു കാര്യങ്ങൾ അറിയില്ല. പ്രസിഡന്റ് ഇപ്പൊ രാമസിംഹൻ ഒരാൾ ജീവിച്ചിട്ടുണ്ടോ അയാൾക്ക് അറിയില്ല.
എന്തിനാ പറയുന്നത്? ഇവിടെ നമ്മുടെ എന്താണ് നമ്മുടെ ഇത് കണ്ടില്ലേ, ഇവിടെ നടന്നില്ലേ, എന്താണ് കുംഭമേള കുംഭമേള നടന്നില്ലേ? അന്ന് പ്രസിഡന്റ് കണ്ടിരുന്നു ഇല്ല. പുള്ളിക്ക് അറിയില്ല. ഇല്ല, ലോകത്തെല്ലാവരും അവിടെ എത്തിയപ്പോഴും നമ്മുടെ പ്രസിഡന്റ് എത്തിയിട്ടില്ല. കാരണം അദ്ദേഹത്തിന് ഇത് അറിയില്ല, ഇങ്ങനെ കുംഭമേള നടന്നു അറിയില്ല, സന്യാസി സമൂഹത്തിന് അറിയില്ല. നമ്മളെ രാമസിംഹം കുറ്റം പറയുന്നത് വേറെ ആരും അല്ലട്ടാ, നമ്മുടെ ചന്ദ്രശേഖര മുതലാളിയിട്ടല്ല, മുതലാളിനാണ് നമ്മുടെ രാമസിംഹം കുറ്റം പറയുന്നത്. എന്റെ രാമസിംഹ ജനഗണമന ഉണ്ടല്ല, അത് കൃത്യമായിട്ട് പാടാൻ അറിയാതെ ജനഗണമണ ജനഗണമണ എന്ന് പറഞ്ഞ ആ ചങ്ങായി കേട്ടില്ല. ആ ചങ്ങായിനോട് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? ആ ചങ്ങായി കേട്ടില്ല, നിങ്ങളെ പാർട്ടിയിൽ എന്നല്ല ഒരു കാര്യമുണ്ട് ഈ ലോകത്ത് നടക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചും ഒരറിവുമില്ല. നേരെ മറിച്ച് എന്തെങ്കിലും പൈസ മുക്കാനുള്ള കാര്യമാണ് കേട്ടില്ല, അതുണ്ടല്ല നിങ്ങൾ ചങ്ങായിക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ആ പൈസ മുക്കേണ്ട സ്ഥലത്തുണ്ടല്ല കൃത്യമായ സമയത്തുണ്ടല്ല ആ ചങ്ങായി ചന്ദ്രശേഖര മുതലാളിട്ടല്ല കൃത്യമായിട്ട് എത്തിപ്പെടും. അങ്ങനെ ആ ചന്ദ്രശേഖര മുതലാളിനെ പോലത്തെ വലിയ വലിയ നേതാക്കന്മാരുള്ള മുതിർന്ന നേതാക്കന്മാർ പൈസ മുക്കി നക്കുന്നത് കൊണ്ടാണ് നിന്നെപ്പോലത്തെ ചെറിയ നേതാക്കന്മാർ കിട്ടില്ല പൈസ മുക്കി നക്കാൻ വേണ്ടി കിട്ടാത്തത്. അതായത് വലിയ വലിയ നേതാക്കന്മാരെ ആ സംഖ്യ ഉണ്ടല്ല പൈസ മുക്കി നക്കുന്നത് കൊണ്ട് തന്നെ പോലുള്ള താഴേക്കുള്ള നേതാക്കന്മാർ കിട്ടില്ല, അവർ കിട്ടില്ല പൈസ മുക്കി നക്കാൻ വേണ്ടി തീരെ കിട്ടുന്നില്ല. ഇപ്പൊ BJP നടക്കുന്ന മെയിനായിട്ടുള്ള പ്രശ്നം എന്നറിയാം, ചില നേതാക്കന്മാർക്ക് മാത്രമല്ല പൈസ മുക്കി നക്കാൻ കഴിയുന്നു, ചില നേതാക്കന്മാർക്കിട്ടില്ല പൈസ മുക്കി നക്കാൻ വേണ്ടി തീരെ പറ്റുന്നില്ല. അതാണ് BJP നടക്കുന്ന ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം. എന്തിന് കേരളത്തിൽ നിന്ന് പൈസ മുക്കി നക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ ഉള്ളിസരിയിട്ടില്ല, ഉള്ളിസരി നേരിട്ടില്ല, കേന്ദ്രത്തിലിട്ടില്ല നേതാവായിട്ട് പോയിട്ടുണ്ട്. കുറെ കാലം നമ്മൾ ഉള്ളിസരിയിട്ടില്ല, കേരളത്തിൽ ഇരുന്നിട്ട് ഒറ്റക്കിട്ടില്ല പൈസ മുക്കി നക്കിയതെന്ന്. പക്ഷേ ഇട്ടില്ല, ഇപ്പോൾ ഇട്ടില്ല, ഈ അടുത്ത കാലത്ത് ഒറ്റ രൂപ ഇട്ടില്ല മുക്കി നക്കാൻ വേണ്ടി നമ്മൾ ഉള്ളിസർക്ക് തീരെ കിട്ടുന്നില്ല. അതുകൊണ്ട് രാമസീമ കേരളത്തിൽ നിന്നിട്ടില്ല പൈസ മുക്കി നക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉള്ളിസറിന്റെ കൂടെ കൂട്ടിയിട്ടില്ല, നേരെ ഡൽഹിയിലേക്ക് വിട്ടോ, അവിടെ പോയിട്ടില്ല മുക്കി നക്കിക്കോ. നമുക്ക് എന്തായാലും നമ്മുടെ രാമസീമൻ അബൂബക്കറിന്റെ അവസാനത്തെ കുറച്ച് സംഘടനകൾ കൂടി കേട്ടിട്ട് വന്നാലോ. രണ്ടാമതൊരു പ്രാധാന്യം ചോദിക്കാൻ വേണ്ടി പോവാം. അതായത് താങ്കൾ അലി അക്ബർ ആയിരുന്നപ്പോൾ കിട്ടിയ പ്രാധാന്യമാണോ അതോ രാമസിംഹനായപ്പോ? അതായത് താങ്കളെ പോലുള്ള ഒരാൾ തീർച്ചയായും നല്ല രീതിയിലേക്ക് ഇതിന് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് തയ്യാറെടുപ്പ് എല്ലാ സ്ഥാനമാനങ്ങളും ആഗ്രഹിക്കാതെ താങ്കൾ ഒരു സ്ഥാനമാനം ആഗ്രഹിച്ചായിട്ട് ഞാൻ കേട്ടില്ല, ഇന്ന സ്ഥാനം വേണം എന്ന് പറഞ്ഞ് കേട്ടില്ല. മറ്റുള്ള നേതാക്കന്മാർക്ക് ഇത്തരം സ്ഥാനം എനിക്ക് വേണം എന്ന് പറഞ്ഞു വരുന്ന ആളാണ്. അപ്പോ ഇപ്പോ അബ്ദുള്ളക്കുട്ടിക്ക് കിട്ടുന്ന ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ അലി അക്ബറിന് കിട്ടിയ ഒരു സ്റ്റാൻഡ് ഇന്ന് രാമസിംഹന് കിട്ടുന്നുണ്ടോ? അതെ, രാമസിംഹൻ ആയി കഴിഞ്ഞാൽ ഹിന്ദു ആയില്ലേ, അപ്പൊ അതിന് പ്രാധാന്യമില്ല. ഇല്ല, മുസ്ലിംസിനാണ് എപ്പോഴും പ്രാധാന്യം. എന്തുകൊണ്ടാ? ഒരു പാലം അവർ പ്രതീക്ഷിക്കുന്നത് നാളെ ഈ മുസ്ലിംസ് മുഴുവൻ അവർക്ക് വോട്ട് ചെയ്തിട്ട് അവർ അത് വിഡ്ഢിത്തരമായ ഒരു തിങ്കിങ് അല്ലേ? അത് വിഡ്ഢികൾ അങ്ങനെ എഴുതിക്കുള്ളൂ. ബിജെപിയിലെ ആളുകളൊക്കെ കുറെ വിഡ്ഢികളുണ്ടെന്ന് പറയോ? ഞാൻ അങ്ങനെ തന്നെ പറയും, പമ്പര വിഡ്ഢികളായതുകൊണ്ടാണ് ഇങ്ങനെ ഓടുന്നത്. ഏത് ഘടകത്തെയാണ് കൂടെ നിർത്തേണ്ടത് അത് ഹൈന്ദവ സമൂഹത്തിനെയാണ്. ഇവർക്ക് അറിയ പോലുമില്ല. ഏതെങ്കിലും ഹൈന്ദവ സംഘടനകളായിട്ട് ചർച്ച ചെയ്തതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ BJP? എന്തുകൊണ്ടാണ് അത്ര എന്നാ മെത്രമാരുമായിട്ടും ഇവിടെ ബിഷപ്പുമാരായിട്ട് ചർച്ച ചെയ്ത് നിങ്ങൾ കേൾക്കാറില്ലേ? അവർ ജയിക്കട്ടെ, മെത്രമാർ വോട്ട് ചെയ്തിട്ട്, ഇവിടുത്തെ ലീഗുകാർ വോട്ട് ചെയ്തിട്ട് ജയിക്കട്ടെ. താങ്കൾ ഇപ്പൊ അത്തരം രീതിയിലേക്ക് ഇപ്പോ ഹിന്ദുവായി BJP-യിലേക്ക് വന്നതിൽ നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ടോ? BJP എന്ന പ്രസ്ഥാനത്തിൽ നിങ്ങൾ തെരഞ്ഞെടുത്തത്, അതായത് കൃത്യമായ തെരഞ്ഞെടുക്കലാണ് താങ്കൾക്ക് അപ്പോൾ കേരള BJP എന്ന് പറയാം. കേന്ദ്ര BJP-യിൽ ഞാൻ ഇപ്പോഴും അവരുടെ പ്രവർത്തനങ്ങൾ അനുവദിക്കുന്നതാണ്, ആകെ സെല്യൂട്ട് ചെയ്യുന്നതാണ്, മോദിജിനെ സെല്യൂട്ട് ചെയ്യുന്നതാണ്. കേരള BJP-യിലേക്ക് വന്നതിൽ വളരെയധികം ദുഃഖമുണ്ട്. ഞാൻ ഇവിടുന്ന് സ്റ്റേറ്റ് മാറിയിട്ട് വല്ലതും പ്രവർത്തിക്കാൻ പറ്റും. നമ്മളെ രാമസിംഹൻ അബൂബക്കർ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? കേരളത്തിലെ BJP നേതാക്കന്മാർ മണ്ടന്മാരല്ല പോലും, മരമണ്ടന്മാരാണ് പോലും. ഇതൊക്കെ ഈ രാമസിംഹനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന സംഖ്യയുണ്ടല്ല, അവരെങ്ങനെ സഹിക്കും? ഇയാൾ ഒരു കാലത്ത് മുസ്ലിമായി ഇരുന്നുകൊണ്ട് മുസ്ലിങ്ങളെ വിമർശിക്കുമ്പോഴല്ല കോടിക്കണക്കിന് രൂപയായിട്ടുള്ള സംഖ്യകൾ ഇയാൾക്ക് കൊടുക്കുമായിരുന്നു. പക്ഷെ മുസ്ലിം എന്ന് രാമസിംഹൻ എന്ന പേര് മാറ്റി ഹിന്ദു ആയതോട് കൂടിയിട്ടില്ല ഈ രാമസിംഹൻ ഇപ്പോഴല്ല ഒരു പരിപാടി ഇരിക്കാൻ വേണ്ടിയിട്ടില്ല സീറ്റ് എന്തിന് കസേര പോലും ഉണ്ടല്ല ഇപ്പൊ സംഖ്യകൾ കൊടുക്കാറില്ല. അതുമാത്രമല്ല പണ്ടത്തെ പോലെ ഉണ്ടല്ല സംഖ്യകളെ പരിച്ചിട്ട് മുക്കാനും നക്കാനും തീരെ പറ്റുന്നില്ല. കാരണം വില്ല നേതാക്കന്മാരുണ്ടല്ല അവർ ഒറ്റക്ക് മുക്കാനും നക്കാനും തുടങ്ങി. അതോടുകൂടി നമ്മുടെ രാമസിംഹന്റെ കച്ചവടം ഉണ്ടല്ല ആ കച്ചവടം പൂട്ടിപ്പോയി. ഈ അടുത്ത കാലത്ത് നമ്മുടെ രാമസിംഹൻ ഉണ്ടല്ല ചാരിറ്റിന്ന് പേരും പറ്റി കുറച്ച് പൈസ മുക്കി നക്കാൻ നോക്കി. പക്ഷെ ഒരു രൂപ സംഖ്യ ഉണ്ടല്ല ഒരു രൂപ കൊടുക്കാറില്ല. അല്ലെങ്കിൽ സംഖ്യ ഉണ്ടല്ല ചാരിറ്റിക്ക് പോയിട്ട് ആർക്കാണ് ഒരു രൂപ കൊടുക്കാറുള്ളത്? പണ്ടേ ഒരാളെ പോലെ സഹായിക്കാത്ത സംഖ്യ എടുക്കുന്നത് ചാരിറ്റിന്റെ പേരും പറഞ്ഞ് പൈസ കിട്ടുന്ന വിചാരിച്ച് ഈ മരമണ്ടൻ രാമസിംഹൻ ഉണ്ടല്ല വീണ്ടും മൂജിപ്പോയി. അവസാനം ഇപ്പോഴുണ്ടല്ലോ നമ്മുടെ രാമസിംഹന് ഒരു കാര്യം മനസ്സിലായി, ഇവനെക്കാളും വലിയ കള്ളന്മാർ BJP-യിലുണ്ട്. അതുകൊണ്ട് ഇവന്റെ കള്ളത്തിലും ഇവന്റെ തട്ടിപ്പുണ്ടല്ല ഇനി BJP-യിൽ നടക്കില്ലാന്ന് ഇവന് കൃത്യമായിട്ട് മനസ്സിലായി. അങ്ങനെ മനസ്സിലായത് കൊണ്ട് മാത്രമാണ് നമ്മുടെ രാമസിംഹനുണ്ടല്ല ഇപ്പോഴുണ്ടല്ല ഇതുപോലുള്ള സത്യങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങിയത്. ഇനി എന്തായാലും സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ നമ്മുടെ രാമസിംഹൻ അബൂബക്കറുണ്ടല്ല സംഖ്യക്ക് നാളെ മുതലുണ്ടല്ല സുഡാപ്പി അബൂബക്കറായിരിക്കും. നിങ്ങൾ നോക്കിക്കോ. അപ്പോഴെന്തായാലും നമ്മുടെ രാമസിംഹൻ അബൂബക്കറിന്റെ കഥ ഞാൻ ഇവിടെ നിർത്തുന്നു. അപ്പൊ നമ്മുടെ രാമസിംഹൻ അബൂബക്കറിനും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.